ഹായ് ഫ്രണ്ട്സ്, മല്ലു ഫാമിലി അല്ല ഈ ഒരു യൂട്യൂബ് ചാനൽ എന്ന് പറയുന്നത് വളരെ കുറഞ്ഞ ടൈം കൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ വിവാദങ്ങൾ സൃഷ്ടിച്ചിട്ടുള്ള ഒരു യൂട്യൂബ് ചാനലും അതുപോലെ തന്നെ ഒരുപാട് സബ്സ്ക്രൈബേഴ്സിനെ പെട്ടെന്ന് തന്നെ അതിലേക്ക് ആ ഒരു ചാനലിലേക്ക് ആകർഷിച്ചിട്ടുള്ള ഒരു യൂട്യൂബ് ചാനലാണ് കേട്ടോ. ഇത് ഞാൻ അവരെ പറ്റിയിട്ട് പറയുന്ന ഒരു കാര്യമില്ല, ഞാനോ മറ്റു യൂട്യൂബേഴ്സ് ഒന്നും പറയുന്ന ഒരു കാര്യമില്ല. അവർ തന്നെ അവരുടെ ചാനലിലൂടെ സ്വയം പറയുന്ന ഒരു കാര്യമാണ്. അതായത് അവരുടെ ഒരു ചാനലാണ്, അവരുടെ മല്ലു ഫാമിലി എന്ന് പറയുന്ന ഒരു വ്ളോഗ് ചാനലാണ് ഏറ്റവും കൂടുതൽ വിവാദങ്ങൾ സൃഷ്ടിച്ചിട്ടുള്ള ഒരു ചാനലെന്ന് അവർ തന്നെ അവരുടെ ചാനലിലൂടെ പറയുന്ന ഒരു കാര്യമാണ് കേട്ടോ. അപ്പോൾ ഈ വിവാദങ്ങൾ സൃഷ്ടിക്കുക എന്ന് പറയുന്നത് സ്വന്തമായിട്ട് ഇപ്പോൾ ആർക്കായാലും ഒരു യൂട്യൂബ് ചാനൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ ആ ചാനലിലൂടെ എന്താണ് അവർക്ക് തോന്നുന്നത് അതെല്ലാം ചെയ്യാൻ പറ്റുന്ന ഒരു കാലഘട്ടത്തിലാണ് ഇപ്പോൾ നമ്മൾ ജീവിക്കുന്നത്. പക്ഷെ അത് കാണണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് നമ്മൾ വ്യൂവേഴ്സാണ് അല്ലേ. അവർ കാട്ടിക്കൂട്ടുന്ന കാര്യങ്ങൾ കാണണോ അല്ലെങ്കിൽ അവർ ചെയ്യുന്ന കാര്യങ്ങൾ കാണണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് നമ്മളാണ് അല്ലേ. അപ്പോൾ നമ്മൾ തന്നെയാണ് അവർക്ക് ഇത്രയധികം സബ്സ്ക്രൈബേഴ്സിനെ ഉണ്ടാക്കി കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഒരു യൂട്യൂബ് ചാനലും അതുപോലെ തന്നെ ഒരുപാട് ഹേറ്റേഴ്സ് ഉള്ള ഒരു യൂട്യൂബ് ചാനലാണ് നമ്മുടെ ഈ മല്ലു ഫാമിലി എന്ന് നമുക്ക് പറയാൻ പറ്റും. കാരണം അവർ ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് അതിൻ്റെ ഒരു തെളിവ് എന്ന് പറയുന്നത്. ആദ്യം തുടക്ക ടൈമിലൊക്കെ ഈ മല്ലു ഫാമിലിയിൽ കാണിച്ചിരുന്ന വീഡിയോ എന്ന് പറയുന്നത് അവരുടെ വീട്ടിലുള്ള കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങൾ, അവരെ അനിയത്തി, അമ്മ, ചേട്ടനായിട്ടുള്ള ആ ഒരു അതൊക്കെ ആയിരുന്നു അവരുടെ ആദ്യ ചാനലിൽ കാണിച്ചിരുന്നൊരു കാര്യം. അതുകൊണ്ട് തന്നെ വളരെ എന്താ പറയുക വളരെ ലളിതമായിട്ടുള്ള ഒരു ലൈഫും കാര്യങ്ങളൊക്കെ ആയിരുന്നു അവരവരുടെ യൂട്യൂബ് ചാനലിലൂടെ ഫാമിലി വ്ളോഗായിട്ട് ഇട്ടുകൊണ്ടിരുന്നത്. ആ ഒരു ടൈമിൽ ഒരുപാട് സബ്സ്ക്രൈബേഴ്സിനെ പെട്ടെന്ന് നേടിയെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു ചാനലാണ് നമ്മുടെ ഈ മല്ലു ഫാമിലി എന്ന് പറയുന്നത്. പിന്നീട് അതിന് ശേഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നീടാണ് അവരുടെ പ്രശ്നങ്ങൾ തുടങ്ങിയത്. പിന്നീട് അതിനുശേഷം കുറച്ച് സബ്സ്ക്രൈബേഴ്സ് ആയതിനു ശേഷം ഇവർ ഈ മല്ലു ഫാമിലിയിലെ ഓരോ പ്രശ്നങ്ങൾ എന്താ പറയുക അവർ വീട്ടിലുണ്ടാകുന്ന ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ അവർ യൂട്യൂബിലൂടെ ഇട്ട് മറ്റു ആളുകളുടെ മുന്നിലിട്ട് എന്താ പറയുക അവരുടെ കുടുംബ പ്രശ്നങ്ങൾ, അവർ ഒഴിവാകാൻ പോകുന്നു, ഡിവോഴ്സ് ആകാൻ പോകുന്നു, ഡിവോഴ്സായി എന്താ പറയുക മറ്റാളുകളായിട്ട് ബന്ധമുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പല കാര്യത്തിലുള്ള കാര്യങ്ങൾ യൂട്യൂബിൽ തമ്പലൈനായിട്ട് കൊടുത്തിട്ട് അതിലൂടെ ഒരുപാട് വ്യൂവേഴ്സും കാര്യങ്ങളും എന്താ പറയുക അതിലൂടെ ഒരുപാട് എന്താ പറയുക ആ ഒരു ടൈമിൽ വളരെ കത്തി നിന്നിരുന്ന ഒരു ചാനലാണ്. കാരണം നമ്മുടെ ഒരു മലയാളികളുടെ ഒരു ഇത് വെച്ചിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവരുടെ പ്രശ്നം കാണാൻ പൊതുവേ ഒരു ഇതുണ്ട്. അവരുടെ കുടുംബത്തിൽ എന്താണ് നടക്കുന്നത് എന്നറിയാൻ വേണ്ടിയിട്ട് പല ആളുകളും അതിൽ പോയിട്ട് നോക്കിയിട്ട് അങ്ങനെ ഒരുപാട് വ്യൂവേഴ്സിനെ കൂട്ടി കൊടുത്ത ഒരു ചാനലാണ്. ലക്ഷക്കണക്കിന് ആ ഒരു അങ്ങനത്തെ തരത്തിലുള്ള വീഡിയോസിന് ഇവർക്ക് റീച്ച് കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് വിശ്വസിച്ചിട്ട് പലതരത്തിലുള്ള ആളുകൾ സത്യം പറഞ്ഞാൽ അത് വിശ്വസിച്ചിട്ട് അതിൽ കയറി നോക്കിയിട്ടുണ്ട് എന്താണ് സംഭവം എന്നറിയാൻ. ശരിക്കും ഇവർ തമ്മിൽ അടിച്ച് പിരിഞ്ഞോ എന്നൊക്കെ ആലോചിച്ചിട്ട് കയറിയ ആളുകളുണ്ട്. പിന്നീട് ഇവർ ഇത് റീച്ച് ആവുന്നതിനനുസരിച്ചിട്ട് ഇവർ ആ ഒരു കണ്ടന്റ് അല്ലെങ്കിൽ ആ ഒരു തമ്മിലയിൽ വെച്ചിട്ട് തന്നെ പിന്നീട് വീഡിയോസ് ഫുള്ളായിട്ട് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഒരുപാട് ആളുകൾ അത് ഏറ്റെടുത്ത് അതിനെക്കുറിച്ചുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ റിയാക്ഷൻ വീഡിയോ പോലെ കുറേ ആളുകൾ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ പിന്നീട് ഇവർ അത് വളരെ പ്രശ്നമായി. അങ്ങനെ ഇവരോട് ഇതിൻ്റെ സത്യാവസ്ഥ ഒക്കെ കുറേ വ്യൂവേഴ്സ് തന്നെ ഇവരോട് ഇതിൻ്റെ സത്യാവസ്ഥയും കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോൾ അവരൊരു ഇൻ്റർവ്യൂ വന്നിട്ട് പറയുന്നുണ്ടായിരുന്നു ഇപ്പോൾ പ്രശ്നങ്ങളൊന്നുമില്ല, ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നു, അതൊക്കെ ഒത്തു തീർത്ത്. പിന്നെ തമ്പലൈന് അവരെന്നെ സമ്മതിക്കുന്ന ഒരു കാര്യമുണ്ട്. തമ്പലൈന് ഞാൻ അങ്ങനെ മോശം രീതിയിൽ കൊടുത്തപ്പോൾ ആളുകൾ ഒരുപാട് ആ ഒരു ചാനലിലേക്ക് എത്തി. അപ്പോൾ മോശം തമ്പലൈന് കൊടുക്കുമ്പോൾ ആളുകൾ അത് കയറി നോക്കുന്നുണ്ട്. ആ ഒരു സാഹചര്യം ഞാൻ മുതലെടുത്തു എന്ന് അവർ തന്നെ ഉറപ്പിച്ച് പറയുന്നുണ്ട്. അതായത് ഈ യൂട്യൂബേഴ്സ് മല്ലു ഫാമിലിയിലെ ആളുകൾ തന്നെ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. നമ്മുടെ ആളുകളെ നമ്മളെ തന്നെ നമ്മുടെ വ്യൂവേഴ്സിനെ അവർ ചതിച്ചു എന്നുള്ള കാര്യം അവർ തുറന്നു പറയുന്നുണ്ട്. ഞാൻ പറയുന്ന ഒരു കാര്യമില്ല കേട്ടോ. അവരെന്നെ ഒരു ഇൻ്റർവ്യൂവിൽ അവർ പറയുന്ന കാര്യമാണ്. കാരണം ഇത്തരത്തിലുള്ള തമ്പലൈൻ ഇടുമ്പോൾ ആളുകൾ വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ആ ഒരു തമ്പലൈന് കുറേ യൂസ് ചെയ്തിട്ട് അങ്ങനെ വീഡിയോ ചെയ്തിട്ടുണ്ട്, അതിലൂടെ ഒരുപാട് വ്യൂസ് കിട്ടിയിട്ടുണ്ട് എന്ന് അവരൊക്കെ പറഞ്ഞിട്ടുണ്ട് ഒരു കാര്യം. അപ്പോൾ ഇതൊന്നല്ല കേട്ടോ നമ്മുടെ ഒരു പ്രശ്നം. ഇപ്പോൾ എന്താ പറയുക ഇപ്പോൾ വീണ്ടും നമ്മുടെ മല്ലു ഫാമിലിയെ പറ്റിയിട്ട് ഒരുപാട് ആളുകൾ വീഡിയോ ചെയ്യാൻ തുടങ്ങി. അതിന് കാരണം ഒന്നല്ല. ഇപ്പോൾ മല്ലു ഫാമിലിയിലെ യൂട്യൂബ് എന്താ പറയുക പൊന്നൂസ് ഒരു കോഴ്സ് പഠിച്ചിട്ട് അതിൻ്റെ സർട്ടിഫിക്കറ്റ് വാങ്ങുന്ന കാര്യങ്ങളൊക്കെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. BSS സർട്ടിഫിക്കറ്റ്. അതിൻ്റെ ഒരു എന്താ പറയുക ആ ഒരു സ്ഥാപനത്തെ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇവരിങ്ങനെ അതിനെ പറ്റിയിട്ട് പുകഴ്ത്തിയിട്ട് ഇങ്ങനെ ഒരേ കാര്യങ്ങൾ പറയുമ്പോൾ അതിനെതിരെ കുറേ ആളുകൾ കമൻ്റായിട്ട് വന്നു. ഈ ഒരു സ്ഥാപനം തീർച്ചയായിട്ടും തട്ടിപ്പാണ്, ഫേക്ക് ആയിട്ടുള്ള ഒരു സ്ഥാപനമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ആളുകൾ കമൻ്റ് ഇട്ടപ്പോൾ കുറേ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആളുകൾ ആ ഒരു വീഡിയോ എടുത്തിട്ട് അവരുടെ ചാനലിൽ ഇടാൻ തുടങ്ങി. കാരണം റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആളുകൾ ഇത്തരത്തിലുള്ള വീഡിയോസാണ് ചെയ്യാൻ നമുക്ക് അറിയുന്നതാണ്. അപ്പോൾ അവരങ്ങനെ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ കുറേ ആളുകൾ ഇത്തരത്തിലുള്ള ആ ഒരു ഇതിനെ പറ്റിയിട്ട് കുറേ ആളുകൾ റിയാക്ഷൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ആ ഒരു റിയാക്ഷൻ വീഡിയോക്ക് ഒരു മറു വീഡിയോ ആയിട്ട് ഈ എന്താ പറയുക മല്ലു ഫാമിലി വന്നിട്ടുണ്ടായിരുന്നു. അതിൽ ഈ മല്ലു ഫാമിലി പറയുന്ന ഒരു കാര്യമാണ് സത്യം പറഞ്ഞാൽ ഈ ഒരു വീഡിയോ ചെയ്യാൻ എന്നെ കൊണ്ട് തോന്നിപ്പിച്ചത്. കാരണം ഇവർക്കുണ്ടല്ലോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ തുടക്കം തന്നെ ഒരുപാട് സബ്സ്ക്രൈബേഴ്സിന് ഇപ്പോൾ 12 ലക്ഷത്തോളം സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. ആ ഒരു സബ്സ്ക്രൈബേഴ്സിനെ കൊണ്ട് ഇവർ ചാനൽ തുടങ്ങിയ ആളുകളാണ്. ഇവർ ഫസ്റ്റ് ദിവസം വീഡിയോ ഇട്ടപ്പോൾ തന്നെ ഇവരുടെ ചാനലിൽ 12 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ആയി. അത്തരത്തിലുള്ള ഒരു വർത്താനാണ് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടോ. കാരണം ഇവർ പറയുന്നത് എന്താ പറയുക ഞങ്ങളെ കുറിച്ചിട്ട് വീഡിയോ ചെയ്യുന്ന ആളുകളുണ്ടല്ലോ വെറും മോശമായിട്ടുള്ള താഴെ തട്ടിൽ കിടക്കുന്ന യൂട്യൂബേഴ്സാണ്. അതായത് 500, 400 സബ്സ്ക്രൈബേഴ്സ്, 1000 സബ്സ്ക്രൈബേഴ്സ് അത്തരത്തിലുള്ള ആളുകളാണ് ഞങ്ങളെ വിറ്റിട്ട് കാശുണ്ടാക്കുന്നത്, അല്ലെങ്കിൽ ഞങ്ങൾ കാരണം റീച്ച് ആയതെന്നൊക്കെ പറഞ്ഞിട്ട് വളരെ മോശമായിട്ട് എന്ന് വെച്ചാൽ ഈ താഴ്ന്ന സബ്സ്ക്രൈബേഴ്സ് ഉള്ളവരെ ഇവർക്ക് എന്താ ഒരു പുച്ഛം പോലെ
അതായത് ഇവർ തുടങ്ങുമ്പോൾ തന്നെ 12 ലക്ഷം സബ്സ്ക്രൈബേഴ്സിനായിട്ടാണല്ലോ വന്നത്. അപ്പോൾ ഈ ഒരു 400 സബ്ബുള്ള ഒരാളെന്ന് പറയുന്നത് ഇവർക്ക് വളരെ പുച്ഛം. എന്തായാലും അവർ പറയുന്ന ഒരു കാര്യം നിങ്ങളെന്ന് കേട്ടോ. വീഡിയോ ഒരു കുട്ടി ഒരു 400 സബ്ബുള്ള ഒരാള് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പൊ ഞാൻ ഇതുപോലെ ആ വീഡിയോ ഞാൻ നോക്കിയപ്പോ അവർക്ക് അതിന് 30K വ്യൂസ്. 400K സബ്ബേ ഉള്ളൂ, പക്ഷെ 30K വ്യൂസ്. ഇതിന് മുന്നേ 400 സബ് 30K വ്യൂസ്. അപ്പൊ ഞാൻ പറയാണ് അവരുടെ ആ ചാനൽ മോട്ടിവേഷൻ ആയിട്ടുണ്ടായിരിക്കും ഒറ്റ വീഡിയോ കൊണ്ട്. എനിക്ക് ഉറപ്പാണ്, കാരണം ആയിട്ടുണ്ടാവും. കാരണം അത്രയും വാച്ച് അവർ കയറിയുണ്ടായിരിക്കും. കാരണം സ്കിപ്പ് ചെയ്ത് കാണും. കാരണം 30 കേട്ടില്ല, അവർ തന്നെ പറയുന്ന കാര്യം 400 സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ഉള്ള ആളുകളാണ് ഇവരെ വീഡിയോ എടുത്ത് ചെയ്യുന്നത്. തുടക്കത്തിൽ എല്ലാവരും അങ്ങനെ തന്നെ ഇടും. 400 സബ്സ്ക്രൈബേഴ്സ് എന്ന് പറയുന്നത് അത് അവർക്ക് ഒരു വലിയൊരു അച്ചീവ്മെന്റ് തന്നെയാണ്. കാരണം 400 ആളുകൾ നമ്മളെ ഇഷ്ടപ്പെടുക, അത് യൂട്യൂബിൽ നമ്മളറിയാത്ത 400 ആളുകൾ നമ്മളെ ഇഷ്ടപ്പെടുക എന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമല്ല. കാരണം യൂട്യൂബ് ചാനൽ തുടങ്ങുക എന്ന് പറയുമ്പോൾ നമ്മുടെ ഫാമിലിയുടെ ഭാഗത്തു നിന്ന് ഒരു തരത്തിലുള്ള സപ്പോർട്ട് നമ്മൾ പ്രതീക്ഷിക്കരുത് അല്ലേ. നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളൊക്കെ പറയും, പക്ഷെ നമ്മൾ ഈ ഒരു ചാനൽ തുടങ്ങിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫാമിലിയുള്ള ഒരൊറ്റ ആൾക്കാർ നമ്മളെ സപ്പോർട്ട് ചെയ്യില്ല. വളരെ ചുരുക്കം 1-2 ആളുകൾ മാത്രം നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ടാവുള്ളൂ. ബാക്കി എല്ലാ ആളുകളും നമ്മൾ സപ്പോർട്ട് ചെയ്യാന്ന് പറയും, പക്ഷെ ഒരൊറ്റ നമ്മുടെ ചാനൽ കയറി നോക്കുക എന്താ സംഭവം ഒന്നും ചെയ്യില്ല. അത് ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാവുന്നുണ്ടാവും. അപ്പോൾ ഈ ഒരു 400 സബ് നമുക്ക് യൂട്യൂബിൽ നിന്ന് കിട്ടുക എന്ന് പറയുമ്പോൾ അത് വലിയൊരു കാര്യം തന്നെയാണ്. അത് നിങ്ങൾ ആരും അത് വില കുറച്ച് കാണരുത്. ഇപ്പം ഞാനൊരു തുടക്കക്കാരിയായിട്ടുള്ള യൂട്യൂബറാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ചോളം ഇപ്പോൾ ഒരു 3K സബ്സ്ക്രൈബേഴ്സായി. ഇതൊരു വലിയ അച്ചീവ്മെൻറ്റ് തന്നെയാണ്. കാരണം ഇപ്പോൾ ഒരു 3000 ആളുകൾ എന്നെ വിശ്വസിച്ചിട്ട് എൻ്റെ ചാനലിലേക്ക് വന്നിട്ടുണ്ട് എന്ന് പറയുമ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു കാര്യം തന്നെയാണ്. ഇത്രയും ആളുകൾ ഞാൻ പറയുന്ന കാര്യം കേൾക്കാനുണ്ട് എന്ന് പറയുന്നത് വലിയൊരു കാര്യം തന്നെയാണ്. പക്ഷെ മറ്റുള്ള ആളുകൾ കുറേ സബ്സ്ക്രൈബേഴ്സ് ഉള്ള ആളുകൾക്ക് ചിലപ്പോൾ ഒരു പക്ഷെ അതൊരു ചെറിയ കാര്യമായിട്ട് തോന്നിയിരിക്കും. അത് അവരുടെ ഒരു കാഴ്ചപ്പാടിൻ്റെ തെറ്റാണ്. കാരണം അവർ ഈ ഒരു നിലയിൽ നിന്നാണ് കടന്നു വന്നിട്ട് ഇന്ന് ഇത്രയും സബ്സ്ക്രൈബേഴ്സ് ഉള്ളത് എന്നവർ മനസ്സിലാക്കുന്നില്ല. അവർ പറയുന്ന ഒരു കാര്യം വളരെ മോശമായിട്ടുള്ള കാര്യം. ഞങ്ങളെ വെച്ചിട്ടാണ് ഈ പുതിയതായിട്ട് വരുന്ന യൂട്യൂബേഴ്സൊക്കെ ഞങ്ങളെ വെച്ചിട്ടാണ് റീച്ച് ഉണ്ടാക്കുന്നത്, ഞങ്ങൾ കാരണമാണ് അവരുടെ ചാനൽ തന്നെ മോണിറ്റൈസ് ആവുന്നത്. അതൊക്കെ കുറച്ച് കടന്ന് പോയില്ലേ. അപ്പൊ ഞാൻ പറയാണ്, അന്ന് വന്നപ്പോ തന്നെ ഈ ചെറിയ ചെറിയ കുഞ്ഞു ചാനലുകള് തുടക്കം കുറിക്കുന്ന ആൾക്കാര്, ഓരോ പുതിയ ആൾക്കാർ പോലും കൂടി ചാനൽ തുടങ്ങേണ്ടത് മല്ലു ഫാമിലിയിൽ വെച്ചിട്ടാണ്. നിങ്ങള് ഇപ്പൊ പൊന്തി വന്നിട്ടുള്ള, ഞാൻ ചാനലിന്റെ പേരെന്ന് പറയില്ല, ഇപ്പൊ പൊന്തി എന്നുള്ള കുറെ ആൾക്കാരെ വീഡിയോസ് നിങ്ങളൊന്ന് അടിയിക്ക് നോക്കി നോക്കുക. അതിൽ മല്ലു ഫാമിലി വീഡിയോസ് ആണ് കൂടുതൽ. ആണ്, ഞാൻ നിങ്ങളത് സത്യം പറഞ്ഞാൽ നോണറിയ, അല്ലെങ്കിൽ എനിക്ക് ഇതൊക്കെ ഉണ്ട് പറയുന്നല്ല, പക്ഷെ അങ്ങനത്തെ കുറെ ചാനലുണ്ട്. അപ്പോൾ അവർ പറയുന്ന ഒരു കാര്യം കേട്ടില്ല, അവരെ വെച്ചിട്ടാണ് ഈ ചെറിയ ചാനലുകളൊക്കെ മോണിറ്റൈസ് ആവുന്നത്. അല്ലാതെ എന്താ പറയുക, ഒരേ ചാനലുകാരെ കഷ്ടപ്പാട് കൊണ്ടല്ല, ഇവരെ പറ്റിയുള്ള ഒരു വീഡിയോ ഇട്ടുകൊണ്ട് അതുകൊണ്ട് റീച്ച് ആയതുകൊണ്ട് മോണിറ്റൈസേഷൻ ആയി, അതുപോലെ തന്നെ എന്താ പറയുക 1000 സബ് കംപ്ലീറ്റ് ആയി. ഇതൊക്കെയാണ് അവർ പറയുന്ന ഒരു കാര്യം. പിന്നെ പറയുന്ന കാര്യം 4000 ഒരു സബ് മാത്രമുള്ള ഒരു ആളാണ് ഞങ്ങളെ കുറ്റിയിട്ട് വീഡിയോ ഇട്ടുണ്ടായിരുന്നത്, അയാളുടെ വാച്ചവറൊക്കെ ഇപ്പോൾ കംപ്ലീറ്റ് ആയിട്ടുണ്ടാവും എന്നൊക്കെ പറയുന്നത്, അയാളുടെ ചാനലൊക്കെ ഇപ്പോൾ രക്ഷപ്പെട്ടിട്ടുണ്ടാവും. നമ്മുടെ ഈ ഒരു എന്താ പറയുക 4000 വാച്ചവർ കംപ്ലീറ്റ് ആയതുകൊണ്ട് മാത്രം നമ്മുടെ ചാനൽ രക്ഷപ്പെടില്ല. അത് തുടങ്ങിയിട്ടുള്ള നിങ്ങൾക്ക് തന്നെ അറിയുന്ന കാര്യമല്ലേ, ഈ മല്ലു ഫാമിലിക്ക് അറിയാത്ത കാര്യമൊന്നുമല്ല. 4000 വാച്ചവറിൻ്റെ ഒപ്പം നമ്മുടെ 1000 സബ് എന്നുള്ള ഒരു ക്രൈറ്റീരിയ കൂടി നമ്മൾ കംപ്ലീറ്റ് ചെയ്യണം. അപ്പോഴാണ് നമ്മുടെ ഒരു യൂട്യൂബിൻ്റെ ഭാഗത്ത് അല്ലെങ്കിൽ നമുക്ക് അതിലൊരു പാർട്ട്ണറായി എന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പം ഇതൊക്കെ ഇയാൾ പറയുന്നത് മണ്ടത്തരം മാത്രമാണെന്നല്ല, മറ്റുള്ളവരെ പുച്ഛിക്കരുത് അല്ലേ. ഒരു 100 സബ് 50 സബ് എന്ത് തന്നെ ആയിക്കോട്ടെ, അത് ആ ഒരു 50 സബ് എന്ന് പറയുന്നത് അവരുടെ കഷ്ടപ്പാടാണ്. അപ്പോൾ അതിനൊരിക്കലും പുച്ഛിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള വീഡിയോ ചെയ്യാതിരിക്കുക. നിങ്ങൾ തമ്മിലുള്ള പ്രശ്നം അല്ലെങ്കിൽ നിങ്ങളെ പറ്റി മറ്റൊരാൾ ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ വീഡിയോ അതിനുള്ള അവസരം നിങ്ങൾ ഉണ്ടാക്കി കൊടുത്തിട്ടാണ് അല്ലേ. നമ്മളൊരു തെറ്റ് ചെയ്യാതെ ഒരാൾ നമ്മളിട്ടിട്ട് വെറുതെ ട്രോളാൻ വരുന്ന എനിക്ക് തോന്നണില്ല. അപ്പോൾ നിങ്ങളായിട്ട് അതിനുള്ള അവസരങ്ങൾ കൊടുത്ത കാരണമാണ് മറ്റുള്ള ആളുകൾ അത് ഇത്തരത്തിലുള്ള റിയാക്ഷൻ വീഡിയോ ആയിട്ട് ചെയ്യുന്നത്. അപ്പോൾ കുറച്ച് സബ്ബുള്ള ആളുകളെ ഒരിക്കലും പുച്ഛത്തോടെ കാണരുത്.